വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാതിരുന്ന ഒരു ചേച്ചി നമ്മുടെ ചാനലിലെ ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയി എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഒരുപാട് പേരോട് ആ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പ്രഗ്നന്റ് ആയത്. അവർക്ക് പ്രഗ്നന്റ് ആകാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ പ്രഗ്നൻസി കിട്ടും ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്താലെന്നും കൂടി അവർ പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആരോഗ്യവും ആയുസും ഒക്കെ ഉള്ള ഒരു കുഞ്ഞിനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഡെലിവറി ഡെലിവറി ടൈം വരെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചേച്ചി മാത്രമല്ല, ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുന്നൊരു ഐക്കൺ പ്രസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്, അതായത് ഓരോരുത്തർ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതിന്റെ സക്സസ് സ്റ്റോറീസ് സ്ക്രീൻഷോട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം ഈ ടിപ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ഇതൊക്കെ നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഏറ്റവും ആദ്യം ഇവർ ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് പൈനാപ്പിൾ കഴിക്കുക എന്നുള്ളതാണ്. യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈനാപ്പിൾ ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യുന്നതിനും യൂട്രസിനെ അടുത്തൊരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും പൈനാപ്പിൾ യൂസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. പൈനാപ്പിളിന് പകരം പലരും പച്ചപ്പപ്പായയും ഇഞ്ചിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. പൈനാപ്പിളിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പൈനാപ്പിളും പപ്പായയും നമുക്ക് മിസ്കാരേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പലർക്കും എന്ന് പറയുന്നത് മിസ്കാരേജ് ഉണ്ടാക്കുന്നത് അവരുടെ ശരീരത്തിലെ കണ്ടീഷൻസ് വെച്ചിട്ടാണെങ്കിലും ഓവറായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നുവെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പൈനാപ്പിൾ എടുക്കുന്ന സമയത്താണെങ്കിലും പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രോമലിൻ എന്ന് പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു. ഇതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ആ ഒരു നോർമലി പപ്പായയിൽ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും നടക്കുന്നു. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡും അതുപോലെ എൻഡോമെട്രിയൽ ടിഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് പോരുന്നതിന് വേണ്ടിയിട്ട് ഇതും സഹായിക്കുന്നു. പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞതാണെങ്കിൽ ഒരു 3-4 സ്ലൈസ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ഒരു വലിയ പൈനാപ്പിൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ പീരീഡ്സിന്റെ ഒരു 5th ഡേ വരെ കൃത്യമായിട്ട് ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാടൊന്നും എടുക്കണ്ട. നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നാവിൽ ഭയങ്കര പൊള്ളൽ പോലെയൊക്കെ അനുഭവപ്പെടും കേട്ടോ. അത് 2-3 അല്ലെങ്കിൽ മാക്സിമം 4 സ്ലൈസ് നിങ്ങൾ കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് അവർ ചെയ്തത് കൃത്യമായിട്ട് ഫെർട്ടിലിറ്റി യോഗ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഫെർട്ടിലിറ്റി യോഗ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഫെർട്ടിലിറ്റി യോഗയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് എല്ലാത്തിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിന്, നമ്മുടെ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഫെർട്ടിലിറ്റി യോഗ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അണ്ടാശയമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും എൻഡോമെട്രിയം ഒക്കെ നന്നായിട്ട് തിക്കണാകുന്നതിനും ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജ് പോലുള്ള കാര്യങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പീരിയഡ്സിന്റെ സമയത്ത് ഫെർട്ടിലിറ്റി യോഗാസ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ചൈൽഡ് പോസ്, ബ്രിഡ്ജ് പോസ്, ലെഗ് അപ്പ് ദ വാൾ വിത്ത് ബട്ടർഫ്ലൈ എന്നീ എക്സസൈസ് ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാത്തിനെയും പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ചൈൽഡ് പോസ് ദി ചൂസ് വേൾഡ്, അതുപോലെ ബ്രിഡ്ജ് പോസ് ദി ചൂസ് വേൾഡ്, ലെഗ് അപ്പ് ദ വാൾ വിത്ത് ബട്ടർഫ്ലൈ എക്സസൈസ് ദി ചൂസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ലെഗ് അപ്പ് ദ വാൾ വിത്ത് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ കാല് നേരെ ഉയർത്തി മതലിനോട് അങ്ങോട്ട് ചാരി വെക്കുക. ശേഷം നമ്മുടെ 2 കാൽപാദവും കൂടി ജോയിൻ ആക്കിയിട്ട് ഒന്ന് പകുതിക്കാക്കി വെച്ച് നിൽക്കുക. ഞാൻ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ് കേട്ടോ. നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ആരും ചെയ്യുന്നില്ല. പണ്ടത്തെ അമ്മമാര് അമ്മിയിലിട്ട് അരക്കുകയും അതുപോലെ ആട്ടുകല്ലിട്ട് ആട്ടുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. കല്ലിലിട്ട് അലക്കുക, ഒരുപാട് മുറ്റം അടിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർക്കുണ്ടായിരുന്നു. അവർ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് യൂസ് ചെയ്തത്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നപ്പോഴേക്കും ഇതെല്ലാം ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കൂടിയാണ്. പക്ഷെ നമുക്കിതൊന്നും ചെയ്യേണ്ടി വരാത്തത് കൊണ്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൂടിയാണ്.
അതുകൊണ്ട് ഈ പറയുന്ന എക്സസൈസ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയഡ്സിന്റെ ടൈം മാത്രം 30 മിനിറ്റ് ഡെയിലി വാക്കിംഗ് ചെയ്തു എന്ന്. പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് വാക്കിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. 30 മിനിറ്റ് സ്ലോലി നിങ്ങൾ വാക്കിംഗ് ചെയ്ത് പോകുന്നത് ബോഡി ഒന്ന് റീഫ്രഷ് ആക്കുന്നതിനും നിങ്ങളുടെ പെയിൻ ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ഭ്രമരി പ്രാണായാമം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് നമുക്ക് സ്ട്രെസ് ഒന്നും ബോഡിക്ക് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. പിന്നെ ചില ആളുകൾക്കൊക്കെ ഈ ഒരു സമയത്ത് ചമ്രമടിഞ്ഞിരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് അവോയ്ഡ് ചെയ്യുക. 30 മിനിറ്റ് ഡെയിലി നിങ്ങളൊന്ന് വാക്കിംഗ് ചെയ്താൽ മതി കേട്ടോ. അത് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചൊരു വാക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഒരു റിഫ്രഷ്മെന്റ് കിട്ടും. 2 പേരുടെയും മൈൻഡ് ഒന്ന് പോസിറ്റീവ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് ഇവർ ഫോളോ ചെയ്ത കാര്യം. മൂന്നാമതായിട്ട് ചെയ്തു എന്ന് പറയുന്നത് ഗ്രാമ്പു വെള്ളം കുടിക്കുകയാണ്. ഗ്രാമ്പു വെള്ളത്തിനെ പറ്റിയിട്ട് ഞാനിനി സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് പേർക്ക് ഗ്രാമ്പു വെള്ളം എന്താണെന്ന് അറിയാം. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി മാത്രം ബ്രീഫായിട്ട് പറയാം. 2-3 ഗ്രാമ്പു എടുത്ത് തലേ ദിവസം വെള്ളത്തിൽ നിങ്ങൾ കുതിർത്താനായിട്ടിട്ട് പിറ്റേ ദിവസം അതേ വെള്ളവും ഗ്രാമ്പുവും ഒരുമിച്ച് അടുപ്പത്ത് വെച്ച് 1 ഗ്ലാസ്സാണ് നിങ്ങൾ വെള്ളം ഒഴിച്ചതെങ്കിൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് ഓവുലേഷൻ ദിവസം വരെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ LH ഹോർമോണിന്റെ, അതായത് ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസ് നല്ല ക്വാളിറ്റിയോടുകൂടി ഉണ്ടാകുന്നതിനും നിങ്ങളുടെ അണ്ടം നന്നായിട്ട് വളർന്ന് നാച്ചുറലി റപ്ചർ ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. PCOD ഉള്ള ആളുകൾക്കും മറ്റ് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പെട്ടെന്ന് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് ഇവരെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും വയറ്റിലാണ് ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ടത്. ഓവുലേഷൻ ദിവസം വരെ മാത്രം നിങ്ങൾ കുടിച്ചാൽ മതി. ഓവുലേഷന് ശേഷം നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല. ഒപ്പം ഭാര്യയ്ക്കൊപ്പം ഹസ്ബൻഡും കൂടി എടുക്കാനായിട്ട് നോക്കുക. ഭാര്യയുടെ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം ഗ്രാമ്പു വെള്ളം കുടിച്ചാൽ മതി. അതിന് ശേഷം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതായിട്ട് ഇവർ പറഞ്ഞത് കോണ്ടാക്ട് കൃത്യമായിട്ട് ചെയ്തു എന്നാണ്. അതായത് പീരിയഡ്സിന്റെ ലാസ്റ്റ് ഡേ മുതൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഓവുലേഷൻ ഡേറ്റിൽ മാത്രം നിങ്ങളുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചുരുങ്ങി പോകാനായിട്ട് പാടില്ല. പല ആളുകൾക്കും ഒരുപാട് ഏജ് ഒക്കെ ആയി പോകുന്ന സമയത്ത്, അതായത് ഒരുപാട് ഏജ് ഒന്നും അല്ല, ഒരു 30s ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുമോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കൃത്യം ദിവസം തന്നെ നടക്കുമോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒപ്പം നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൊണ്ട് ഓവുലേഷൻ ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഒക്കെ 3 ദിവസമോ 2 ദിവസമൊക്കെ വ്യത്യാസം വരാം. അതുകൊണ്ട് കൃത്യം ഡേറ്റിൽ മാത്രമേ ഞാൻ കോണ്ടാക്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. ചില ആളുകൾ സ്പേമിന്റെ വോളിയം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ മാത്രമേ കോണ്ടാക്ട് ചെയ്യുള്ളൂ, അത്രയും വരെ പിടിച്ചു വെക്കും. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അഡിക്വേറ്റ് ആയിട്ടുള്ള സെമൻ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുൻപ് വരെയൊക്കെ നിങ്ങൾക്ക് ഈ കോണ്ടാക്ട് കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഈ ചേച്ചി പറഞ്ഞത് പേരയില വെള്ളം ഉപയോഗിച്ചു എന്നാണ് കേട്ടോ. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, പലർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പേരയില എന്ന് പറയുന്നത്. അതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പേരയില തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നമ്മളുടെ ഓവുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരയിലയിൽ ഫോളേറ്റ്, അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, കാൽഷ്യം, വിറ്റമിൻ, അതുപോലെ തന്നെ മറ്റുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്കോപ്പീനും അടങ്ങിയിട്ടുണ്ട്. ഈ എല്ലാ വിറ്റമിൻസും നമ്മളുടെ ശരീരത്തിലെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ആയിട്ടുള്ള LH ഹോർമോൺ, അതായത് ലൂട്ടിനൈസിങ് ഹോർമോണിന്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അതുപോലെ തന്നെ LH ഹോർമോണും കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോൾ മാത്രമേ ഒരു സ്ത്രീക്ക് ഓവുലേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതേ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പേരക്കയില തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. സ്ത്രീക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മൂടില്ലെങ്കിലും ഓർഗാസം വന്നില്ലെങ്കിലും അവൾ പ്രഗ്നന്റ് ആകും. പക്ഷേ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹവും അതുപോലെ ഓർഗാസവും, അതായത് രതിമൂർച്ചയും ഉണ്ടാവുകയാണെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത ഒരു 100-ൽ നിന്ന് 105-ലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് ഒന്ന് ഡൈല്യൂട്ട് ആകും. അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോഴേക്കും പുരുഷന്റെ മെയിൽ ഓർഗൻ നമ്മളുടെ
നമ്മളുടെ ശരീരത്തിലോട്ട് എളുപ്പത്തിൽ അങ്ങോട്ട് കയറിപ്പോവും. പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലോ അവിടെ ഒരു കയറാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു തടസ്സം അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സെയിം മെക്കാനിസം തന്നെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സർവിക്സിന്റെ ഭാഗമൊക്കെ നല്ലതുപോലെ ഡയലേറ്റ് ആയിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഡയലേറ്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് എളുപ്പത്തിൽ നമ്മൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഒരുപാട് സ്പേം സെൽസ്, അതുപോലെ തന്നെ ഓർഗാസം ഉണ്ടാവുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ഒരുപാട് ആ ഒരു സമയത്ത് ഉണ്ടാകും. അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഒരു സ്പേമിന് ശരീരത്തിനകത്തോട്ട് ഫലോപ്പിയൻ ട്യൂബിനകത്തോട്ട് എത്തി ആ ഒരു എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനും, ഇനി എഗ്ഗ് വൈകിയാണ് വരുന്നതെങ്കിൽ അതിനവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിന് സാധിക്കുന്നു. ഇത് നമ്മുടെ ലിബിഡോ അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രിയത്തിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പെരയില തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. അപ്പോൾ ഇതുമൂലം നമ്മളുടെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഫൈബ്രോയിഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു. ഫൈബ്രോയിഡ് ഉള്ള സ്ത്രീകൾക്കൊക്കെ അതിനൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ റെഗുലർ ആക്കി കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ലാട്ടോ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, പുരുഷന്മാർക്കും കിട്ടുന്നുണ്ട്. പുരുഷന്മാരിലെ ക്വാളിറ്റി ഉള്ള ഒരു സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സ്പേമിന്റെ വോളിയം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി കൂട്ടുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. പേരയില എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ 2 പേരയില നിങ്ങൾ എടുക്കുക. ചെറുതാക്കി അതായത് നടുക്ക് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 2 പേരയിൽ നിന്ന് 4 പീസ് നമുക്ക് കിട്ടും. ഈ 4 പീസ് നമ്മൾ എടുത്തിട്ട് കൈവച്ച് പയ്യെ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ച് നമ്മൾ ആ വെള്ളത്തിലോട്ട് അങ്ങോട്ട് പയ്യെ ഒന്ന് ഞെരടിയിട്ട് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇടുക. അങ്ങനെ ഇട്ടതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ നന്നായി തിളപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് എടുക്കുക. ഗ്രാമ്പൂ വെള്ളം എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു ഡേയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേരക്കയിലെ വെള്ളം കുടിക്കാവുന്നതാണ്. അങ്ങനെ കുടിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ചെറുതായിട്ടൊന്ന് വിശപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ഇത് അങ്ങോട്ട് എടുക്കുക. അടുത്തതായിട്ട് അവർ ഉപയോഗിച്ചത് ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ടിന് അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് വെസൽസ് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ട് നടക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ, ഫോളേറ്റ്, പൊട്ടാസ്യം, വിറ്റമിൻ സി, മാഗ്നീസ്, അയൺ എന്നിവ നമ്മളുടെ ശരീരത്തിലെ എഗ് ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ എംബ്രിയോ ഡെവലപ്മെന്റിനും ഒരുപാട് സഹായം ചെയ്യുന്നു കേട്ടോ. അത് മാത്രമല്ല നമ്മളുടെ യൂട്രസിന്റെ ലൈനിങ് കട്ടി കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. പുരുഷന്മാരിലെ അവരുടെ കൗണ്ടും മോട്ടിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ മറ്റുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നാച്ചുറലി നമ്മളുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ വരെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ അടുത്ത പീരീഡ്സ് വരുന്ന സമയം വരെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ ഒരു ബീട്രൂട്ടോ അല്ലെങ്കിൽ ഒരു അര ബീട്രൂട്ടോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.